അയ്യോ ആലാലാതി പോയി പോയി വനിതാ പോലീസിനോടോ അതിൻ്റെ കളി കയറ്റുണ്ടല്ലോ ശരിയാക്കിയതാ. അതേ എൻ്റെ തൊപ്പി എവിടെ പോയി. ഇന്നത്തെ കാലത്ത് വനിതാ പോലീസിന് പോലും ഒരു രക്ഷയില്ലാണ്ടായി കണ്ടില്ലേ. ഇവനൊക്കെ എന്താ ചെയ്യണ്ടേ? ഞാനിനി അധികം നേരം ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. അപ്പം ഞാൻ എൻ്റെ സാറിനൊന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ, എസ് ഐ സാറാണോ? ആണല്ലോ, എസ് ഐ സാറാണല്ലോ. സാർ ഇത് എവിടെയാ സാറേ? ഞാൻ പൊറോട്ട അടിച്ചോണ്ടിരിക്കുവാണോ? പൊറോട്ട പരട അടിച്ചോണ്ടിരിക്കും. സാർ ഇത് എവിടെയാ? ഞാൻ വീട്ടിലാണ്. സാർ ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് വന്നേ സ്റ്റേഷനിലോട്ട്. എന്നാ പ്രശ്നം പറ. സാർ ഇവിടെ ഒരു നൂഡിൽസ് തലകിനെ കൊണ്ടുവന്നിട്ടില്ലേ ഒരു പ്രതിനെ? അവൻ എന്നെ വല്ലാതെ സ്കാൻ ചെയ്തോണ്ടിരിക്കുവാ. ആണോ? അതെ, ആ ബിന്ദു ഒരു കാര്യം ചെയ്തോ. ഏതെങ്കിലും സെല്ലോട് വേണമെങ്കിൽ അതിന്റെ അകത്ത് കയറിയിരുന്നോട്ടോ. അപ്പൊ അതിലെ പ്രതി ചാടിപ്പോയില്ലേ? പ്രതി ചാടിപ്പോയി അവനെ എവിടെയെങ്കിലും ഇട്ട് നമുക്ക് പിടിക്കാലോ. പക്ഷെ ബിന്ദുവിന്റെ മാനം പോയാൽ ഞാൻ എവിടെ ഇട്ട് പിടിക്കും? സാർ എന്തായാലും പെട്ടെന്ന് വരണേ. ഓക്കെ ശരി. ബിന്ദു എന്നാത്മാവിൻ ബിന്ദുവോ, എടുക്കടാത്, അതെടുക്കടാത്. വയ്യ പോകുന്നതിന് മൊത്തം എന്നെ ഇടിച്ചു കൊണ്ട് പോകണോ? ആരാടാ വഴിയെ പോയതിനെ? കുറച്ചും അങ്ങോട്ട് പോയി സാർ ഇടിച്ചല്ലോ. അത് ഡ്യൂട്ടി കഴിഞ്ഞ് പോയ പോലീസുകാരൻ. സാറോ? ഞാൻ ഡ്യൂട്ടിക്ക് വന്ന പോലീസുകാരൻ. ഒരു എൻട്രി പഞ്ചൊക്കെ വേണ്ടേ? ഇത് പറഞ്ഞുകൂടും എന്റെ ബിന്ദുവേ. വഴിയൊക്കെ മനസ്സിലാക്കിക്കോളൂ സാറ്. സുഖമാണോ? പിന്നല്ലാതെ. ഇത് നേരത്തെ ഇങ്ങ് എത്തിയോ? ഓ വീട്ടിലെ പണിയൊന്നും ഇല്ലല്ലോ, നേരത്തെ അങ്ങോട്ട് പോകുന്നത്. അത് ശരി, ഭർത്താവിനാ പണി കൂടുതലില്ലേ? ഭാഗ്യവാൻ. പിന്നെ എന്തോണ്ട്? സാർ ഇന്ന് നേരത്തെ ആണല്ലോ. എനിക്ക് ബിന്ദുവിനെ കാണാതിരിക്കാൻ പറ്റുമോ? ശരിക്കും പിന്നെ അത് പിന്നെ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ പോലീസ് കലാമേളയ്ക്ക് ബിന്ദുവിന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നല്ലോ, അത് ഏത് പാട്ടായിരുന്നു? അതെ അതെ, രാജൻ. അതല്ല, ആ പാട്ട്, ആ ഡാൻസ് ഒന്ന് കളിക്കാമോ? ഇത്ര അധികം ലക്കലൊന്നും ഇല്ല. അത് ഞാനൊരു ലെക്ക ഇട്ടപ്പോഴേ ഇടയ്ക്ക് ഒരു ഏമ്പക്കാൻ വന്നു. അപ്പൊ ഒരു 14 ലെക്ക അങ്ങ് ചാടിയാണ്. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് പോലീസ് സ്റ്റേഷനാണോ ക്യാമറ കളിക്കുന്ന സ്ഥലമാണോ? അത് പിന്നെ ഏത് പിന്നെ ഇതേ ബിന്ദുവിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ഇവിടെ കിടന്ന് കുത്തി മറിഞ്ഞ ഈ പ്രായത്തെ ശമ്പളം എങ്കിലും എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണം കേട്ടോ. എന്റെ സാറേ, സാറന്ന് ഇത്ര ലേറ്റ് ആയത്? ലേറ്റ് ആയെന്നോ? ഞാൻ നടന്നില്ലെങ്കിൽ വന്നേ. അയ്യോ, അപ്പൊ നമ്മുടെ ജീപ്പ് എന്തിയേ? ജീപ്പ് എന്തിയാന്ന്? ഞാൻ വീട്ടിൽ നിന്ന് ജീപ്പ് എടുത്തിങ്ങ് ഇറങ്ങി ഞാൻ മാറിയ വളവിലേക്ക് വരും. അവിടെ RTO ചെക്കിങ്. എന്റെ ലൈസൻസ് ഉണ്ടോ? വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ടോ? എന്റെ പൊന്ന് സാറേ, സാർ ഇത്ര മന്ദബുദ്ധി ആയി പോയോ? സാർ ഈ സ്റ്റേഷനിലെ SI ആണെന്ന് പറഞ്ഞാ പോരെ RTOട്? അത് നേരെ എന്നെ മറവിയാന്നറിയോ? എനിക്ക് മാത്രമല്ലെന്ന് എന്റെ പെണ്ണുമ്പോൾ വരെ മറക്കുവാന്ന് തന്നെ. ഞാൻ പോലീസുകാരനാന്നുള്ള വരും. വീട്ടിലെ പണി മുഴുവൻ ഞാനങ്ങ് ചെയ്യുവാ. അടുക്കളപ്പണി നോക്കുവല്ലേ? പക്ഷെ സാറേ, അതൊക്കെ പറഞ്ഞെങ്കിലും ഇന്നലത്തെ പാർട്ടി സൂപ്പറായിരുന്നു. പിന്നെ
പാർട്ടിയോ? മറ്റേ പാർട്ടി ഉണ്ടായിരുന്നു. എപ്പോ? സാറ് പാർട്ടി ഉണ്ടായിരുന്നു. സാർ ഇത് എന്ത് പണിയാ ചെയ്തേ? എനിക്ക് പാർട്ടി തന്നില്ല. നീ വെള്ളം അടിക്കോ? എനിക്ക് ബിരിയാണി കഴിക്കാലോ. പക്ഷെ വേറെ കാര്യമുണ്ട് ബിന്ദു. ഇന്നലെ സാറ് 2 അടിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, സാറൊരു നാടൻ പാട്ട് അവിടെ ഇരുന്നോണ്ട് പിറ്റൗട്ടിന്റെ ഘോഷയാത്രയല്ലായിരുന്നോ ആ പാട്ട് മുഴുവൻ. അങ്ങനെ പൊക്കരുത് പൊക്കരുത് പ്ലീസ്, എല്ലാം പൊക്കരുത്. അയ്യോ, പക്ഷെ വേറെ കാര്യമുണ്ട്. ആ ബീഫ് ഒലത്തിയത് ഒലത്തി നീയോ? സാർ ഒലത്തിയോ? ഞാൻ ഒലത്തിയല്ല കാര്യം. ഞാൻ ഈ നാടൻ പാട്ട് കളിച്ചങ്ങ് ക്ഷീണിച്ചു കഴിഞ്ഞ് ഞാൻ പതുക്കെ ഒന്ന് മയങ്ങി അങ്ങ് പോയി. കിടന്നുറങ്ങി എഴുന്നേറ്റപ്പോ ഉമ്മാര് വണ്ടി എടുത്തോണ്ട് അങ്ങ് പോയി. അതെന്ത് പണിയാ സാറ് ചെയ്തേ? സാർ ചെയ്തത് ശരിയില്ല കേട്ടോ. സാറിന് പാർട്ടിയൊക്കെ തന്ന് നല്ല എൻജോയ്മെന്റിൽ ഇരിക്കുമ്പോ ഈ SI സാറിനെ തനിച്ചാക്കി പോവാണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്നറിയോ, അത് ഞാൻ വീട്ടിൽ പോകണ്ടായോ? വീട്ടിൽ പോകണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നോ, ഞാൻ അവിടെ നിന്ന് ടാക്സി വിളിച്ച് വീട്ടിലോട്ട് പോയി. എന്നാ പരിപാടി സാറേ പറയുന്നേ? സാറിന്റെ വീട്ടിൽ വെച്ചല്ലായിരുന്നോ ഈ പാർട്ടി നടത്തിക്കൊണ്ടിരുന്നത്? സാറ് വിളിച്ചോണ്ട് എങ്ങോട്ടാ പോയത്? എനിക്ക് എന്തൊരു വർഷമായി പറയുന്നത്. എടാ ഞാൻ ടാക്സി വിളിച്ച പിന്നെ എങ്ങോട്ടാ പോയത്? സാറിനെ ഞാൻ രാത്രി വിളിച്ചപ്പം സാറ് സ്റ്റേഷനിലാണെന്നാ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലെ കമ്പറ്റേഷനിലാ ഞാൻ. വിട്ടുപോയി. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ഈ നട്ടുവെച്ചേക്ക് ഞാനൊരു മാന്യനായിട്ടുള്ള പരാതിക്കാരനാണ്. അപ്പൊ എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഇപ്പൊ പുതിയതായിട്ടൊരു ഗൾഫുകാരന്റെ ഭാര്യ കൂടെ താമസിക്കാൻ വന്നു. ഞാനൊരു മാന്യനാണല്ലോ, സ്വാഭാവികമായിട്ട് ഞാൻ ചെന്ന് ഗൾഫുകാരനെ പരിചയപ്പെടുന്നു. ഞങ്ങൾ ഭയങ്കര കമ്പനിയാകുന്നു, കൂട്ടാകുന്നു. ഗൾഫുകാരനാണല്ലോ കൂട്ടാകും. അങ്ങനെ കൂട്ടായി കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കോച്ച് മൊത്തം എനിക്ക് ഒഴിച്ചു തന്നു. എന്നതാ? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കോച്ച് മൊത്തം എനിക്ക് ഒഴിച്ചു തന്നു. മൊത്തം എനിക്ക് ഒഴിച്ചു. അങ്ങള് ഭയങ്കര ബന്ധം. ഇങ്ങനെ എന്നും കള്ളുകൂടി അടിച്ചു പോത്ത് ഒരു ദിവസം എന്നോട് ഒന്നും പറയാതെ ഈ മനുഷ്യൻ തിരിച്ച് ഗൾഫിൽ അങ്ങ് പോയെന്നേ. എടാ നിനക്ക് കോച്ച് ഒഴിച്ച് തന്നാ മതി, പുള്ളിക്ക് ജോലിക്ക് പോകണ്ടേ? ജോലിക്ക് പോകണം. അങ്ങനെ ഇവനങ്ങ് പോയല്ലോ. പിന്നെ ഈ ഗൾഫുകാരന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു ദിവസം വീട്ടിൽ അതുവഴി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ ചേച്ചി മാത്രമേ അവിടെ ഉള്ളൂ. ചേച്ചി, ഈ ഗൾഫുകാരന്റെ ഭാര്യ ചേച്ചി. അപ്പൊ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബൾബ് ഫീസായി പോയി, ഒന്ന് മാറിയിട്ട് തരാമോ എന്ന് ചോദിച്ചു. ഞാനൊരു മാന്യനാണല്ലോ, അതെനിക്കറിയാം. സ്വാഭാവികമായിട്ട് ഞാൻ ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു. ഈ സന്തോഷത്തിന് ചേച്ചി എനിക്ക് ഒരു കപ്പ് കാപ്പി കരുതി തരുന്നു. ഞാനൊരു മാന്യനാണല്ലോ, ഞാൻ മേടിച്ചു കുടിച്ചു. പിറ്റേ ദിവസം ഇതുപോലെ ജംഗ്ഷനിൽ നിൽക്കുന്നു, അവൾ എന്നെ വിളിക്കുന്നു. അവളോ? ചേച്ചി മാറി ഇപ്പൊ അവളായി. അവൾ എന്നെ വിളിക്കുന്നു, ഞാൻ ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, പോയിരുന്നു. ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, ചെല്ലുന്നു, ബൾബ് മാറിയിടുന്നു, കാപ്പി കുടിക്കുന്നു, ചെല്ലുന്നു, മഴയായിരുന്നു, കാപ്പി കുടിക്കുന്നു. മതി. ഞാനല്ലേ പോയി കാപ്പി കുടിച്ചത്? അതെ. നിങ്ങൾ പിന്നെ പറഞ്ഞപ്പോ ആ റൂട്ട് അനുസരിച്ച് ഞങ്ങൾ അതാണോ സംഭവം? എന്താ ഈ സംഭവം നാട് മൊത്തം അങ്ങ് അറിഞ്ഞു. അവിടുത്തെ സദാചാര പോലീസന്മാരൊക്കെ കുറെ അങ്ങ് സംഭവമായി. ഞാൻ അറിയാതൊരു സദാനന്ദം പോലീസ്, സദാചാര പോലീസ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഇമാരൊക്കെ അങ്ങ് സംസാര വിഷയം കിട്ടിയ എന്റെ കൈ കിട്ടിയ ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയാന്ന് ഞാനിത് അറിഞ്ഞുകൊണ്ട് നേരെ അവിടെ വീട്ടിൽ ചെന്നു. അവളെ വിളിച്ച് ഇറക്കി. ഞങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി. അവിടെ ഒരു വടിവാളിരിപ്പുണ്ടായിരുന്നു. ആ വടിവാളെടുത്ത് അവിടെ വെടലിക്ക് ഒരു വെട്ടും കൊടുത്ത് ഒരു കുപ്പി മണ്ണെണ്ണ ഉണ്ടായിരുന്നു. ആ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ച് വീടും കത്തിച്ചിട്ട് വരുന്ന വരവാ. ഞാനിത് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ സാറ് വിചാരിക്കും ഞാനാണ് തെറ്റുകാരൻ. ഇപ്പൊ വരും അവളോടെ വീട്ടുകാരും കൂടെ എല്ലാത്തിനും പിടിച്ച് അങ്ങ് അകത്തിട്ടേക്കണം കേട്ടാ. എന്നാ പൊക്കോട്ടെ. ശരി. ഇങ്ങനെ വേണം ആൾക്കാർ. കറക്റ്റായിട്ട് കാര്യം പറഞ്ഞില്ലടാ. അവൻ വന്ന് മാന്യനായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു, അവൻ ഇറങ്ങിപ്പോയി. എന്നാ കാര്യമോ സാറെന്താ ഈ പറയുന്നേ? ആ പെണ്ണുമ്പിള്ള വെടലിക്കിട്ട് വെട്ടിയിട്ട് ആ വീടിന് തീയും കൊളുത്തി നിന്ന് വന്നിട്ടാ അവന് ഈ കുണായ അടിച്ചിട്ട് പോയ അങ്ങോട്ട്. സാറവനെ പിടിക്കാൻ നിന്നെ ഞാൻ പിടിക്കും. ആകാശത്തേക്ക് വെടിവെച്ചാലോ? ആകാശത്തേക്ക് വെടിവെക്കാൻ അവൻ വീട്ടിൽ ചെന്ന് നീ വെറുതെ ആകാശത്തേക്ക് വെടിവെച്ച് ആ ഉണ്ടയും കൂടെ പാഴാക്കാതെ സാറേ. ഭീകര
എന്തോന്ന് ഭീകരജീവി. ആ ഏ? ഇതാണത്. എന്നെ മനസ്സിലായില്ലേ സാറ്? ആരാ? എവനാണ് കൊട്ടേഷൻ വിടുന്ന ആള്. കൊട്ടേഷൻ വിടുന്ന ആള് വിടുന്നയാള്. ഓരോരുത്തർക്കും ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇവിടെ കഷ്ടപ്പെടും. അന്നേരം ഇവന് ജോലി കിട്ടിയത് ഇവൻ വിട്ട് കളയുന്നു. എന്താടാ? എന്താ കേസ് അറിയോ സാറിന്? എന്താ കേസ്? എന്താ? നമ്മുടെ അപ്പുറത്ത് ആ വളവിന് മേളത്തെ നിലയിൽ താമസിക്കുന്ന ഇറ്റലിയിലുള്ള ഒരു മദാമയുണ്ടല്ലോ. ഇറ്റലി വിടുന്ന മറിയാമോ? അതായത് ഇറ്റലി വിടുന്ന മറിയാമയല്ല, ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു മദാമ ആ മേളിൽ താമസിക്കുന്ന ഒരു പൂച്ചക്കണ്ണി തടിച്ചേ. ആ തടിച്ചി. സാറേ വൈകുന്നേരത്ത് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ ഉണ്ടല്ലോ, ഈ മദാമ ബാൽക്കണി നിൽക്കുന്നു, യവൻ താഴെ നിൽക്കുന്നു. എന്നിട്ട് ചെറിയോട് തെറിവിളി എന്ന് പറഞ്ഞ കണ്ണു പൊട്ടുന്ന തെറിവിളിയോ സാറേ. ഊതി വിടുവാണോ? ഇല്ല സാറേ, ഇല്ല തെറി പറഞ്ഞില്ല. സത്യോ സാറേ, ഞാൻ കേട്ടത് എന്റെ ചെവി കൊണ്ട് കേട്ടത് സാറേ. ഞാൻ ഇറ്റാലിയൻ ഭാഷയെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇറ്റാലിയൻ ഭാഷയാണ് പോലെ തെറി ഞാൻ കേട്ടേ സാറേ. ഇല്ല സാറേ, തെറി ഇറ്റാലിയൻ ഭാഷയാണോ ഞാൻ സംസാരിച്ചത്? ഇറ്റാലിയൻ ഭാഷ ഒന്ന് കേക്കട്ടെ. നീ ഇറ്റാലി പറയാൻ ചെയ്യണം, മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തുകയും ചെയ്യണം. എന്ന് വെച്ചാൽ ഒത്തിരി കള്ളന്മാർ ഇവിടെ റോബറി ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അത് ഇറ്റാലിയിലും മലയാളത്തിലും ഒരേ ആളാണ്. ഒരാളാണ്. അല്ല സാറേ, എന്ന് വെച്ചാ അതായത് ഈ അമ്മാമ്മ പുറത്തു പോകുമ്പോഴത്തേക്കും തൂത്തി പോർത്ത ഫിനസ്ത്ര, അതായത് ജനലും വാതിലും അടച്ചിട്ട് പോണേ എന്റെ പൊന്നു പെങ്ങളേന്നാ ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു സാറേ, അങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞപ്പോ പറഞ്ഞു തെറിയാന്നോ? അല്ല അത് സാറേ, ഞാൻ വേറെ കാര്യമുണ്ട് സാറേ. ഈ മദാമ വന്ന് പരാതി ഇല്ലെന്ന് പറഞ്ഞാലേ അവനെ വിടാതിരിക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. എടാ ചുമ്മാ ഒരു പ്രതിനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്താൻ പറ്റില്ല, നിയമം അനുവദിക്കുന്നില്ല. അതിനെന്തെങ്കിലും വകുപ്പ് ചുമത്തണം. ഒരു കാര്യം ചെയ്യ്, തെളിയാതെ കിടക്കണ എല്ലാം ഇവനെ തലയിൽ വെച്ച് കെട്ടണം. തെളിയാതെ കിടക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. ഈ പേന ഒന്നും തെളിയുന്നില്ല, എവിടെ തലയിൽ വെച്ച് കെട്ടിയ സാറേ. പിന്നെ ഇവിടെ കേസില്ലെങ്കിൽ അപ്പുറത്തെ സ്റ്റേഷനിൽ നിന്ന് വേഗം കേസ് എടുക്കുന്നു. അപ്പുറത്തെ സ്റ്റേഷനിൽ എന്തിനാ സാറേ കേസ് എടുക്കുന്നത്? എടാവേ, അവിടെ സ്റ്റേഷനിൽ അവിടെ കേസില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൊടുക്കാലോ. ഒരു ബാറ്റർ സമ്പ്രദായം. ഹലോ എടാ അജി, നീ ഇതെവിടെയാണോ? ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് 650 രൂപ മേടിച്ചോണ്ട് പോയതാ. വൈകുന്നേരം സാധനം മേടിച്ചോണ്ട് വരാന്നും പറഞ്ഞു. എന്നിട്ട് എന്റെ സാധനം കിട്ടിയോ? 9:30 വരെ ഞാനൊരു പോസ്റ്റാരി നിന്ന് അവിടെ നിന്ന് ഉറങ്ങുമല്ല. എനിക്ക് സാധനം കിട്ടി, എനിക്കിന്ന് സാധനം കിട്ടിയിരിക്കണം. ഓക്കെ അല്ലേ? ആരാന്ന് പറഞ്ഞ സാറ് വിളിച്ചത്? അജി പോലീസ്. അജി പോലീസ് ഒന്നും അല്ല, ഐജി ആ വിളിച്ചത്. ഐജി. അയ്യോ എന്റെ തൊപ്പി വരച്ചേ, എന്റെ തൊപ്പി പോയി. തൊപ്പി ധരിക്കാനുള്ള ഒരു മാർഗം ഉണ്ട്. അങ്ങനെ MLA മന്ത്രിയായിട്ട് എനിക്ക് പിടിയുണ്ടോ? എനിക്ക് പിടിപാടൊന്നുമില്ല. പിന്നെ സാർ നാടെ ഈ തൊപ്പി അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ, ഇതിന് വട്ടം ഒരു തോർത്തിട്ടാണ് കെട്ടിയാൽ മതി, മുറുക്കി. ഇനി എന്ത് ചെയ്യും? Of course, I do it. ഇറക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇറക്കും. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. എന്നെ കളിയാടാ, പൊന്മാന്റെ കളിയാണോ? അതേന്ന് എല്ലാം കറക്റ്റാ ഞാൻ പറഞ്ഞത്. സാറിന് മനസ്സിലായില്ലയോ? ഇല്ല. ഐജിയുടെ മോനാ. ഐജിയുടെ മോൻ. അതെങ്ങനെ മനസ്സിലായി? ആ പുള്ളിയെ കാണുമ്പോ അറിയത്തില്ലയോ? ഐജിയുടെ മോനല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേഷനിൽ ഇത്ര ധൈര്യമായിട്ട് കയറി വരുമോ സാറേ? ആണോ? പിന്നെ അതെ, എന്റെ തൊപ്പിയാലും തെറിക്കും. നിങ്ങളൊന്നും പറഞ്ഞത് അത് ഞാൻ അറിയാക്കോളാം. എന്ത് വേണേലും മോനെ. അത് ഞാൻ കേട്ടു. മോനെ പറയണ്ട മോനെ. അതെ, എസ്ഐക്ക് ഫോണിനകത്ത് അബദ്ധം പറ്റിയാണ് എസ്ഐ വിളിച്ചത്. അച്ഛനോട് പറഞ്ഞു മോൻ ആ കേസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ നിന്റെ മാമന്റെ മോനെന്തോ നിന്നെ കമന്റ് അടിച്ചെന്നോ ഒക്കെ പറഞ്ഞു കേട്ടല്ലോടി. എനിക്കതൊന്നും ഇഷ്ടമല്ല. എപ്പോഴും അവനെ എന്റെ കൈ കിട്ടും. അവന്റെ അടിച്ചാനോടല്ലോ. ഒന്നും ഞാൻ നോക്കത്തില്ല. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോ സാർ പോപ്കോൺ തിന്നു നടക്കണോ? പോപ്കോൺ അല്ല, എന്റെ അണപ്പല്ല അത്. പിന്നെ ഇന്നലെ പപ്പ ദുബായിൽ നിന്ന് കുറച്ച് മേക്കപ്പ് സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. കളറോ? നീ കണ്ടോ? നിനക്ക് ഞാനിത് ഇട്ട് തരും ഒരു ദിവസം.
ഇതെന്നാ സാറേ ഇത് വെള്ളത്തിൽ വീണ നീർക്കാക്ക വെയിൽ കായാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നത്? ഇത് മാത്രമല്ല, വേറെ ഓരോ സംഭവം ഉണ്ട്. നിന്നെ ഞാൻ വരട്ടെ, ഞാൻ നിന്നെ ഒരുക്കിയുണ്ടല്ലോ, നല്ല കിടുവാക്കുന്നതിനെ. അതല്ല, ഇത് ദുബായിലെ ഇവിടുത്തെ അല്ല, ഒരു റിയാക്ഷനും ഇല്ല. നീ കണ്ടു, അല്ല സുന്ദരി കുട്ടിയാക്കുന്നത്. ഞാനാ പറയുന്നത്. എന്ത് നിനക്ക് എന്നെ വിശ്വാസമില്ല? അപ്പൊ ഞാനിപ്പോ ഇത്ര നാൾ പറഞ്ഞൊക്കെ കള്ളവാ? നടക്കരുന്നുണ്ടോ ഇതൊക്കെ? പറ, നീ പറഞ്ഞിട്ടുണ്ടെ പറ. നീ പറയടി മോളു, പെടങ്ങല്ലേ, തക്കിടു പെടങ്ങല്ലേ. അയ്യ, എനിക്ക് വേറെ കോള് വരുന്നു. എടി ഞാൻ ഇപ്പൊ നിന്നെ വിളിക്കാം. ഞാൻ വേറെ കോള് വരുന്നു. ഹലോ, എന്താടാ? എടാ ഞാൻ ഫ്രീ അല്ല, സത്യമായിട്ട് ഞാൻ ഫ്രീ അല്ല. അത് ഒന്നാമത്തെ കാര്യം, അച്ഛൻ റബ്ബർ വെട്ടം പോയിട്ട് വന്നിട്ടില്ല. എനിക്ക് പശുവിനെ അയച്ചിടണം. അമ്മയും വന്നിട്ടില്ല. അമ്മ ഇവിടെ പോയി അയൽക്കൂട്ടത്തിന് പോയേക്കോ, അമ്മ വന്നിട്ടില്ല. സാറല്ലേ പോലീസ്? സാറല്ലേ പോലീസ്? നീ പോലീസ്, ഞാൻ എസ് ഐ. സാറേ, ഞാൻ ഫോൺ ചെയ്ത് അറിയാതെ കയറിപ്പോയതാ. അറിയാതെ കയറിപ്പോയതാ. ചുമ്മാ അറിയാതെ കയറി വരാൻ നിന്റെ അമ്മായിപ്പനെ വീഴാണോ? അല്ല, ഇവരെ പുറത്ത് വിടരുത്. അകത്തേക്ക് വെച്ചിട്ട് 4 മാസം കഴിഞ്ഞ് ഇറക്കി വിടാൻ. അയ്യോ, ഇതൊന്നും തൂത്തോളാൻ എങ്ങനെയത്? അയ്യോ സാറേ, ഒരു കാര്യം പറയാൻ വന്നു. പറഞ്ഞോ സാറേ, പ്രസിഡന്റ് വിളിയോട് വിളി. ഏത് ഇന്ത്യൻ പ്രസിഡന്റോ? അയ്യോ, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആ രേണുക ചേച്ചി സാറിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. 4 അച്ചപ്പത്തിന്റെ പൈസ കൊടുക്കാനുണ്ട്, അതാ. പക്ഷെ അതല്ല സാറേ, അവരെ വീടിന്റെ അടുത്തൊരു കുളിക്കടവുണ്ട്. അവിടെ ഭയങ്കര പൂവാല ശല്യം. ഒരുത്തൻ ഡെയിലി വന്ന് മൊബൈല് ഫോട്ടോ പിടിക്കലും യൂട്യൂബിലിടലും ഭയങ്കര പ്രശ്നം സാറേ. ആണോ? ആ, എന്റെ ബിന്ദു വരുമ്പോ തന്നെ ആ കേസല്ലേ എനിക്ക് ആദ്യം തരേണ്ടത്. അവനിവിടെ യവന്മാരെ പോലുള്ളവന്മാരായി പ്രശ്നം. നാടിന്റെ വലിയൊരു പ്രശ്നം. കേറി വാടാ അങ്ങോട്ട്. സൈഡ് വഴി പെണ്ണുങ്ങളെ കുളിക്കണം. യവനെ പോലുള്ള നിനക്ക് നാണോ മാനോ ഇല്ലടാവേ? നീ ഇത്രയൊക്കെ നരച്ചില്ലേടാവേ? എന്നിട്ട് നീ കുളിക്കടയിൽ പോയിട്ട് വീഡിയോ എടുത്തത് യൂട്യൂബിൽ നിന്റെ എന്താണോ ഇത്? എന്നാ ചെയ്ത പണിയെന്നോന്ന് അറിയോ സാർ? എന്താ ഇത്? ഇത് പെൺപിള്ളേർ കുളിക്കുന്ന കുളിക്കടയിൽ പോയി വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നത്. അതിന് ഇവിടെ തല്ലണ്ടെന്നോ? അയാൾ വിളങ്ങാനങ്ങനെ ചത്തുപോയ നീ സമാനം പറയൂ. അത് പിന്നെ എന്തോന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ അസഹ്യ നിൽപ്പുണ്ട്. ഒരു എസ് ഐ ഇവിടെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി പോലീസുകാര്. എസ് ഐ അല്ലല്ലോ തല്ലുന്ന, സാധാരണ പോലീസുകാരല്ലേ? അത് വേണ്ട, ഇന്ന് വേണ്ട. വിളങ്ങാരനും കടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും? നമ്മളൊക്കെ അകത്ത് കിടക്കും. നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാ, കണ്ടാ അറിയാലോ. ആരെന്നാ ചെയ്യാൻ പോവില്ലേ? ഇത് പറഞ്ഞു മനസ്സിലാക്കണം. എന്നാ സാറ് അങ്ങോട്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പറഞ്ഞു മനസ്സിലാക്കണം. അല്ല ചുമ്മാ കയറി കെട്ടി ഇടിക്കുമല്ലേ വേണ്ടത്. ഓ, നിങ്ങൾ എവിടുത്തെ പോലീസുകാരാ? അതിപ്പോ വലിയ വിഷയമായി. സാറേ, ഞങ്ങൾ ഇടപെടണോ? വേണ്ട വേണ്ട വേണ്ട, എനിക്കറിയാം. വേണ്ട. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചോണ്ടായത്? എനിക്കറിയാൻ വേണ്ടി എന്നെ നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ചാണോ ഞാൻ ചോദിക്കുന്നത്? ആണോ? എന്നെ പഠിപ്പിച്ച ഒരു പോലീസുകാരെ എസ് ഐ ആക്കി. അതെ, സത്യമാണല്ലോ, അതൊക്കെ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കി, നാണം കെട്ട പരിപാടിയല്ലേ ഇത്? ആണോ? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എനിക്ക് തലവേദന എടുത്തിട്ട് വേല അറിയാം. പ്രശ്നം ഞങ്ങൾ ഇടപെടണോ? വേണ്ടെന്നോ? വേണ്ടേ? എന്റെ തലയ്ക്ക് ഭയങ്കര പേര് ഇന്നലത്തെ അടിയുടെ. ഓ, അങ്ങോ മനസ്സിലാക്കണം. ഇങ്ങ് മാറിയെന്നേ അച്ഛാ. വീട്ടിൽ അമ്മ അറിഞ്ഞാലുള്ള പ്രശ്നം അറിയാലോ? അറിയാം, പ്രശ്നമാവും. ഇതൊക്കെ അറിയാം, എന്നിട്ടാണ് ഈ പണി ചെയ്തത്. നാട്ടുകാർ പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ പോലീസുകാർ കൈയോടെ പിടിച്ചോണ്ട് വന്നപ്പോ സമാധാനായി. അതെ, ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോ, എന്നെ നാണം കിടത്താൻ. ഇവിടേക്ക് എങ്ങോട്ടെങ്കിലും പൊക്കോ.
എന്തായാലും പൈസ വേണം. പൈസ വേണം, ഒരു 10,000 രൂപ വേണം. സാർ അവൻ എന്തൊക്കെയാ പറയുന്നത്? ബിന്ദു! സാറേ ബിന്ദു! ധരിച്ചിട്ട് വയ്യ. ആണോ? ആ അതെ, ഇതൊരു 10,000 രൂപയുണ്ട്. ഞാൻ എങ്ങോട്ട് ഇടി മേടിച്ച് കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ പൈസയാ. എന്റെ പിള്ളേർക്ക് ചൊറിയോ ചരങ്ങോ വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ ഈ പൈസ ചെലവാക്കിയല്ല. ഇപ്പൊ ഈ സമയത്ത് ഇത് എവിടെയാന്ന് വെച്ച് കൊണ്ടുപോകും. ദൂരെ പോകണം. എന്റെ നാണം കെടുത്തരുത്. അറിയാലോ എങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നത്? അമ്മാവന്റെ വീട്ടിലേക്ക് പോകണം. അമ്മാവന്റെ വീട്ടിലേക്കല്ല. എന്നാ പിന്നെ ഇടുക്കിക്ക് പോകും. എടാ ഇടുക്കിക്കൊക്കെ എന്തിനാണ് പോകുന്നത്? ഈ 10,000 രൂപ കൊണ്ട് എങ്ങോട്ട് പോകും? എടാ ഞാൻ ഇത് കൊണ്ട് നേരെ ടൗണിലേക്ക് പോവാ. എന്നിട്ട് നല്ലൊരു ബൈനോക്കുലർ മേടിക്കും. എന്നിട്ട് നിനക്ക് നാണക്കേട് ഉണ്ടാക്കാതെ ഏതെങ്കിലും കാട്ടിലിരുന്ന് ഞാൻ ഈ സീനൊക്കെ കണ്ടു പൊക്കോളാടാ. ഇവനെ ഇടിച്ചങ്ങ് വീട്ട്. ഇടിക്കത്തില്ല. സാറല്ലേ പറഞ്ഞ സാർ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോളൂ, ഞങ്ങൾ ഇടിക്കണ്ടെന്ന്. അത് ഞാൻ ഇടിച്ചാൽ ശരിയാകുകയല്ല. അതെന്നാ കാര്യം? എന്നാ കാര്യം? ഒന്നാമത് എനിക്ക് ഈ നാട്ടിൽ നല്ലൊരു ചീത്തപ്പേരുണ്ട്. പിന്നെ തന്തേ തല്ലി എന്നുള്ള ചീത്തപ്പേരെ കേട്ടാൽ എനിക്ക് വേണ്ട.